നിങ്ങളുടെ മനസ്സിൽ എന്താണോ ചിന്തിക്കുന്നത് അതാണ് നിങ്ങൾ പുറമേ പ്രകടിപ്പിക്കുന്നത്. നമ്മുടെ ചിന്തകളാണ് നമ്മെ നാമാക്കുന്നത്. മനസ്സ് നിറയെ ദേഷ്യമാണെങ്കിൽ നമുക്ക് മറ്റൊരാളോട് സ്നേഹത്തോടെ സംസാരിക്കാൻ പറ്റില്ല. അതേസമയം നമ്മുടെ ഉള്ളിൽ സ്നേഹമാണെന്നുണ്ടെങ്കിൽ നമുക്ക് എത്ര വലിയ തെറ്റ് ചെയ്യുന്നവരായാലും അവരോട് കുറേയേറെ ക്ഷമിക്കാനും കഴിയും. നിങ്ങളുടെ ജീവിതത്തിൽ ഒരു സന്ദർഭം കൊണ്ടോ ഒരു വ്യക്തിയെ കൊണ്ടോ നിങ്ങൾക്ക് മാനസികമായി ബുദ്ധിമുട്ടുണ്ടാകുന്നുവെങ്കിൽ ആദ്യം അത് സ്വാഭാവികമാണ്. കാരണം നമുക്ക് അവരെക്കുറിച്ച് അറിവില്ല. പക്ഷേ പിന്നീടും ഇതേ സാഹചര്യം ആവർത്തിക്കുമെങ്കിൽ അത് സ്വാഭാവികമാകണമെന്നില്ല. അത് അയാളുടെ കുറ്റമല്ല, മറിച്ച് നിങ്ങളുടെ കുറ്റമാണ്. ആ വ്യക്തിയെ പൂർണ്ണമായും മനസ്സിലാക്കിയിട്ടും അയാൾ അങ്ങനെയാണ് എന്ന് നിങ്ങൾക്ക് വ്യക്തമായിട്ട് കൂടി നിങ്ങൾ അവിടെ തുടരുന്നുവെങ്കിൽ അത് നിങ്ങൾ സ്വയം ഏറ്റുവാങ്ങുന്ന ശിക്ഷയാണ്. സ്വാമി വിവേകാനന്ദൻ്റെ വാക്കുകളിൽ ഇപ്രകാരം പറയുന്നു: നിങ്ങളെ മാനസികമായി, ശാരീരികമായി, ആത്മീയമായി ദുർബലമാക്കുന്നത് എന്താണോ അതിനെ വിഷം പോലെ ത്യജിച്ച് കളയുക. കാരണം നമ്മുടെ ഉള്ളിൽ വിഷം ചെന്നു കഴിഞ്ഞാൽ ഒരുപക്ഷെ നാം മരണപ്പെട്ടില്ലെങ്കിൽ കൂടി നമ്മുടെ ഏതെങ്കിലും ഒരു അവയവമൊക്കെ തകരാറിലാവും. അങ്ങനെയൊന്ന് നാം നമ്മുടെ കൂടെ കൊണ്ടു നടക്കാതിരിക്കുക, അതിനെ ഉപേക്ഷിച്ചേക്കുക. ചില ബന്ധങ്ങളിൽ നിന്ന് പുറത്തേക്ക് പോകാൻ നമുക്കേറെ ബുദ്ധിമുട്ടാണെന്ന് തോന്നും. ചിലപ്പോഴൊക്കെ ആ വ്യക്തികൾ നമുക്കേറെ പ്രിയപ്പെട്ടവരായിരിക്കും. നമ്മെ മാനസികമായി ഏറെ ബുദ്ധിമുട്ടിച്ചാൽ പോലും നമുക്കവരെ ഉപേക്ഷിക്കുന്ന കാര്യം ചിന്തിക്കാൻ പോലും സാധിക്കില്ല. പക്ഷേ ഇവിടെ നിങ്ങളെ ശിക്ഷിക്കാൻ ശ്രമിക്കുക. നിങ്ങളുടെ മനസ്സ് പാറ പോലെ ആക്കിക്കൊണ്ട് നിങ്ങൾ അനുയോജ്യമായ തീരുമാനം കൈക്കൊണ്ടാൽ കുറച്ച് ചുവടുകൾക്കപ്പുറം നിങ്ങൾക്ക് നിങ്ങൾ ചെയ്തത് ശരിയെന്ന് മനസ്സിലാകും. എല്ലാവർക്കും ശുഭദിനം.